ഇമ്മച്ചേ ഇത് ഞാൻ ഉറപ്പിച്ചു, ഇതൊന്നും ഞാൻ മാറൂല. എനിക്ക് എഡിറ്റിംഗ് പഠിച്ചാനാ താല്പര്യം. തിന്നോട് വലാലേ അന്നെ കെട്ടിക്കൊണ്ടപ്പോ എന്തോ ഒരു ചൊർക്കുണ്ടായിന് പാത്തുക അന്നൊക്കെ കോലം കെട്ട് ഇന്നലെ വേറെന്തോ പഠിച്ചാന്ന് അറിയുന്നു. അതിങ്ങനെ ഇടക്കിടക്ക് മാറും. എന്താന്നില്ല എന്റെ മാഞ്ഞാളത്തിന് കൊണ്ടുപോയി ചേർക്കാൻ നിക്കല്ലേ ഞാൻ പണി വെച്ചാൽ നോക്കാം. എനിക്ക് പഠിച്ചാൽ പറ്റുള്ളൂ. വാടാ കൊലിച്ച് അയക്കണ് അന്റെ അമ്മ നമുക്ക് തിന്നാൻ തരില്ലേ? കൈജാത്ത ഞാൻ പണ്ട് ഇത്ര ചുരുക്കന്നെ ഉള്ളൂ. ഇമ്മനോട് അങ്ങനെ കാട്ടലൊന്നുമില്ല. എന്നാലേ ഞാൻ എന്റെ അമ്മമ്മനെ കണ്ടു തരട്ടാ. പഠിച്ചോനെ ഈ ജിന്നിട്ട് കണ്ട് വല്ലാതെ ഊതണ്ട. ഞാൻ ഈ ടീമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അനവധി കാലം. തിന്നോ നല്ലോ തിന്നോ. ഇനി കൊണ്ടുപോലെ കൊച്ച വെച്ച് ഞാനേ ഇന്നലെ പറഞ്ഞ നീ എന്ത് പോകും പിടിച്ചിട്ടാവുമ്പോ ഇവിടുന്ന് പോവല്. അല്ല നബീസുവാ ഇജ്ജ് അവിടെ പണിയെടുക്കണത്? അനക്ക് മരക്കളൊന്നും ഇല്ലേ? മരക്കളൊക്കെ ഉണ്ട്, രണ്ടാളും കൂടി ആയാൽ പെട്ടെന്ന് തീരുമല്ലോ. എന്നാലും 5 കപ്പ് അത് ഞങ്ങൾക്കാണ്. ഞാനേ അന്റെ മാതിരി കപ്പ് കണ്ട് വൈത്താലെ കൂടിയതല്ല, കളി കണ്ടിട്ട് വൈത്താലെ കൂടിയ മനുഷ്യനാണ്. ചെറിയ മാറ്റം. എന്താണ്? ഞാൻ സോഫ്റ്റ്വെയർ പഠിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കാണ്. ഞാൻ അന്നെ വിറ്റിക്കാണ്ട് ഇങ്ങനത്തിന് ഒന്നിനെ വാങ്ങിയാലോന്ന് ആലോചിച്ചു. ഓളാണെങ്കിൽ എന്നും വന്ന് എന്റെ കുറ്റം ഒന്ന് ഇന്നോടൊന്നും പറയും. എനിക്കാണെങ്കിൽ ഒരാളെ കുറ്റം ഒന്ന് കേൾക്കാന്നുള്ള അതിനും വലിയ വെറുപ്പുള്ള കാര്യം വേറെ മുണ്ടല്ല ഖദീജ. മരക്കൾ ഓല ഇഷ്ടത്തിന് ജീവിച്ചോ. എന്ത് പറഞ്ഞിട്ട് എന്താ, കപ്പ് 5 ഞങ്ങൾ തന്നെ കൊണ്ടുപോയത് അറിയാം. ഇന്ന് വൈകുന്നേരം നമുക്ക് 7up ഒന്ന് കൊടുന്നാലോ? എത്തപ്പച്ച ഞങ്ങൾ കിട്ടുന്നു ഊത്തിയേ. പണി അപ്പൊ എനിക്കത് പഠിക്കണം. നോക്കാൻ പറ്റും. ഒരു പൊട്ടെ ഓളെ കൊറേ കൈമാ തലേ കയറുന്ന ഇറങ്ങും. ഞാനുള്ള സ്നേഹം കൊണ്ട് പറയണ്ടേ നബീസുവാ. എടി എനിക്കറിയില്ല, എനിക്ക് 5 പെമ്മക്കളാ. എന്നാലും എന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. മര്യാദക്ക് ഞാനിപ്പോ എടുത്ത വീഡിയോ അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടേ. അത് നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ഇട്ടാണ്ട് എഡിറ്റ് ചെയ്താൽ ഇതിലൊന്നും അത് നടക്കൂല. മര്യാദക്ക് എന്റെ ഊത്ത എഡിറ്റ് ഉത്സവം ഞാൻ വരുമ്പോത്തിന് ആ ബീഫ് ഞാൻ വരത്തിക്കാളാ. എനിക്ക് ഇന്ന് ഒരു അവസാനത്തെ മാറ്റം കൂടിയിട്ട് ഇതോടുകൂടി എന്റെ മാറ്റിൽ മരുവോളാണ്. എത്ര നേരായിട്ടും ഒരു ചായന്റെ വെള്ളക്കൊളുക്ക് കൊണ്ടുവന്നാ ഇല്ലല്ലോ. ഇജ്ജ് മച്ചാൻ കിടക്കുമ്പോഴേ അനക്കൊരു ഊറ്റ് വെള്ളം കിട്ടുന്ന വിചാരിക്കണ നബീസു. അത് വിചാരിക്കാൻ ചെയ്തോ സർജന്റിന്റെ ഗ്രൂപ്പൊക്കെ വിടാനുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഊത്തോ? നിങ്ങൾ ഊതാതെ തന്നെ ആ ചങ്ങായി ഗ്രൗണ്ടിൽ കടന്ന് ഉരുളാണ്. നീലാന്നുണ്ടെങ്കിൽ ഇനി എന്റെ അവസാനമായി കാലം പറ. ഇനി എന്താ മാറ്റി പഠിച്ചു? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലോ എന്ന് ആലോചിച്ചപ്പോ എനിക്കൊരു ഗ്ലാസ് ചായ അല്ല വേണ്ട, അത് ഞാൻ ഉണ്ടാക്കി തരാം. അന്റെ വർത്താനം കേട്ടാലേ ഞാൻ പട്ടണം എടുക്കാൻ വിചാരിക്കുമല്ലോ. എനിക്ക് എന്താ ചായ വേണ്ട തേങ്ങ വേണ്ട, ഞാൻ പോവുകയാണ്. ഒരു നിമിഷം ഞാൻ നിൽക്കൂല. നിങ്ങളെ വീഡിയോ തരും. താമസ കന്നി ആസിപ്പതെന്തിനി ചൊല്ലു. തള്ളേ കഴിഞ്ഞ ഇന്നത്ത് കഴിഞ്ഞ് മനുഷ്യന്മാര് തമ്മിൽ തളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത്? ഇപ്പോഴാണ് ഇപ്പച്ചിന്റെ കുട്ടി ഒരു വെടിക്കെട്ട് കോഴ്സ് തെരഞ്ഞെടുത്തത്. ഇപ്പൊ തന്നെ ജിന്നോട് ഒരു 8-10 കോഴ്സിന്റെ പേര് പറഞ്ഞു. ഇനി നാളെ നേരം തേങ്ങ കിട്ടണത് അതടി. എനിക്ക് ഈ മനുഷ്യന്മാരെ കുറ്റം കുറവും പറഞ്ഞില്ലെങ്കിൽ രാത്രി ഉറക്കം കിട്ടൂല. ഇങ്ങനെ എനിക്ക് കാലാകാലം ഉറക്കി കെട്ടാ അറിയാനിട്ടൊന്നുമില്ല. നിങ്ങൾ ഇങ്ങാടി മൂത്തതായി പോയി. അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ മുതലാണ്. അങ്ങോട്ടും കൂടെ ചവിട്ടി പൊടിച്ച് ഞാൻ ഇന്റെ പറമ്പിൽ ചവിട്ടിയാണ്ടല്ല പോ തള്ളപ്പെടുന്നേ. അല്ല ശരീപ്പേ ഇജങ്ങനെ ഈ കൊടിയും കെട്ടി പോണു. അതിന്ന് പോലീസ് സ്റ്റേഷൻ മാറുവോ? അത് പറയാൻ പറ്റൂല. പറയാൻ പറ്റൂലാന്നോ? ഇങ്ങോട്ട് തിരിച്ചാണ് അനക്ക് നല്ലതേ. ഇതൊക്കെ കൂടി പഠിച്ചു ടീമിൽ മൊത്തം മറിച്ചില്ലേരാ. മാർച്ചുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷൻ കത്തും, അല്ലെങ്കിൽ നമ്മള് കത്തിച്ചു. അനക്കും ശുക്രാക്കാനമാർക്കും ഉത്തരവാദിത്വം ബോധമൊന്നും ഇല്ലേ? ഇജ് രാഷ്ട്രീയക്കാർക്കും വേണ്ടിട്ട് ചാവാൻ നടക്കുക. എന്താ പത്താ അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ എത്തിയാലും ആയിക്കോ നോക്കിപ്പോ അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഈ സിക്കേരമാർക്കത്തെ ചെറിയൊരു മോയുള്ളൂ. അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള അടിയാട്ടോ. എത്ര പ്രശ്നം വർത്താനം രാഷ്ട്രീയ രാഷ്ട്രബോധമൊക്കെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടേ? നമ്മളെ പ്രസ്ഥാനത്തിന് വേണ്ടി ചാവാൻ വരെ റെഡി ആയിട്ടുള്ള കുട്ടികളുടെ ഇവിടെ. നേതാവേ ഓല് പഠിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു പച്ചക്കുട്ടി ആരുമില്ലേ? ഇജ്ജ് പറഞ്ഞ കേക്കാനേ അതിനോട് പറഞ്ഞാൽ അതാ നല്ല പശു അതല്ല ഞാൻ പറയണ. ഞങ്ങൾ തമ്മിൽ വെറുതെ തൊള്ളത്തി കളിച്ച നീ കുഞ്ഞാ പോത്തെ അതിന്റെ കൂട്ടൊന്നും പറയാൻ വാങ്ങിത്തരാന്ന്. ഓക്കെ
അക്രമ രാഷ്ട്രീയത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഓലെ ഭാവി എന്താവും നിങ്ങൾക്ക് തീരെ ബോധമില്ലേ? ഞങ്ങൾ പ്രസ്ഥാനത്തിന് ഉയരങ്ങളിലെത്തിക്കാൻ ഇത്തരത്തിലുള്ള കരുത്തുറ്റ യുവാക്കളാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് നേതാവി ഇതൊക്കെ കൂടി പഠിപ്പിച്ചിട്ട് ഒരു IT ഹബ് ഉണ്ട്. അത് ഞാൻ കണ്ടെത്തിക്കണോ പറ്റിയ ഞാൻ അറിയാത്തൊരു IT ഹബോ. അതിന്റെ പേരെന്താ? ബെറ്റർ. കരുത്തുറ്റ മോനോടെ ലണ്ടനിൽ പഠിച്ചല്ലേ? ഇവിടെ അണികളെ മക്കള് കൂട്ടില്ല കുടുംബില്ല പഠിപ്പില്ലാത്ത പോലീസുകാർക്ക് തല്ലു വാങ്ങി നടക്കുക. ഇതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം? വല്ലാതെ വർത്താനം നടക്കാം. ഞാൻ അറിയാതെ ഓരോ ലാപ്ടോപ്പ് നിറഞ്ഞു പൊട്ടിച്ചു. എവിടെ നല്ലൊരു ലാപ്ടോപ്പ് കിട്ടുക? പക്ഷെ പുതിയത് വേണ്ട, സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും മതി. സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ആണ് നിങ്ങൾക്ക് ഏറ്റവും പെരിന്തൽമണ്ണുള്ള ബെറ്റർ ഇഞ്ഞു. അവിടെ പോണോണ്ട് ഇച്ചി തിരുപ്പതി മാത്രമേ ഉള്ളൂ. കാരണം എന്താതോ ഇതിന്റെ മേലെ തലണ്ട് കാണൂല. കേട്ടില്ല ഷെരീഫ ഇയാള് പറയുന്നത്? സ്വന്തം പാർട്ടിക്കാരെ കുടുംബക്കാരെ കൊല്ലുന്ന ആൾക്കാരെ ഇപ്പൊ എനിക്ക് പോകേണ്ടത് അതോ അന്റെ ഭാവിയും ജോലി നോക്കി മുന്നോട്ട് പോകാൻ എനിക്ക് നല്ല ഇവിടെ അറിയോ? മാക്ലിറ്റി പറയുന്ന ഷോപ്പ് ഉണ്ട്, അവിടെ പോയിക്കോളെ. മാക്ലെറ്റ് എങ്കിൽ മാക്ലെറ്റ് എവിടെ പോയാലും വേണ്ടിയില്ല, കുറഞ്ഞ പൈസക്ക് സെക്കൻഡ് ഹാൻഡ് സാധനം കിട്ടിയാൽ മതി. നിങ്ങൾ പോയിക്കോളി. അവിടെ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റാതെ ഇറങ്ങി പോരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ച പൈസ ചോര് തരും. ആകെ ഒരു സങ്കടമുള്ളൂ. അവിടുത്തെ ആംബിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കണ്ടീതേ ഷെരീഫെ നീ മാഞ്ഞാൻ നിർത്തിക്കാണ് മര്യാദക്ക് പഠിച്ചാ നോക്കേ. ഈ 10ാം ക്ലാസ് തന്നെ ഞാൻ എന്ത് പഠിച്ചാ നൊലോൾച്ചണ്ട വാങ്ങിത്തരാ. ഉണ്ടല്ലേ നല്ലൊരു ഷോപ്പ് ഉണ്ട്, മാക്ലെറ്റ് എന്നാണ് പേര്. അവിടെ പോയിട്ട് ഒരു അടിപൊളി ലാപ്ടോപ്പ് വാങ്ങി പോരൂല, അവിടെ നിന്ന് പഠിച്ചു. എന്നാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് രണ്ടൊക്കെ പോയോക്കല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിക്ക, ഞാൻ ഇറച്ചി മസാലക്ക് പോവാണ്. നിങ്ങൾ ഇറങ്ങിയ ചൊറ്റക്ക് പോയി. അതിനല്ലേ നമ്മളെ സ്കൈടെക്സ്. സ്കൈടെക്സോ? എടാ നമ്മളെ മൊബൈലിന്റെ ലാപ്ടോപ്പിന്റെ ഒക്കെ ചിപ്പ് ലെവൽ സർവീസ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അത്. അവിടെ പഠിച്ച ഉത്സവം കേട്ടില്ലേ? അങ്ങാടി വരാൻ എന്നൊന്നും ആക്കിയറിയേ. അപ്പൊ പൈസ ഞാൻ തരും, ഞാൻ വാങ്ങി തരും. പോലിട്ടെന്ന് ഉറപ്പുണ്ടാ? എടാ പൊട്ട ജോലി കിട്ടുന്ന 100% ഉറപ്പാണ്. അത് എഗ്രിമെന്റോട് കൂടിയിട്ട് നാട്ടിൽ വിദേശത്തൊക്കെ പ്ലേസ്മെന്റ് നൽകുന്നുണ്ട്. തന്നെ എന്നാ ഞാൻ പോയോക്കട്ടെ. 13 ഞങ്ങളെ നമ്മളിപ്പോ ഉള്ളത്